പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത വിശുദ്ധന്മാർക്കുള്ള വാഗ്ദാനത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച്, ദൈവം അവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. അതിനാധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 37 അധ്യായം അതിൻ്റെ 28 വാക്യം. യഹോവ ന്യായപ്രിയനാകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല, അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. അവിടെ വിശുദ്ധന്മാർക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് അവരെന്നേക്കും പരിപാലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അവൻ അവരെ ഉപേക്ഷിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏത് സാഹചര്യങ്ങൾ വന്നാലും, എങ്ങനെയുള്ള അനുഭവങ്ങളും അവസ്ഥകൾ വന്നാലും, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശുദ്ധരായി വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ ആകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുവാനിടയായിത്തീരും. ഉടൻ കാണാൻ കഴിയുന്ന യഹോവ ന്യായത്തെ സ്നേഹിക്കുന്നു, ദൈവം നീതിയെയും സത്യത്തെയും ഇഷ്ടപ്പെടുന്നു. അപ്പം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വിശുദ്ധന്മാർക്കുള്ള വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഒന്ന് എങ്ങനെയുള്ളവരാകണം? ദൈവം നീതിയെയും സത്യത്തെയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? നീതി എന്ന ഒരു സാന്നിധ്യം ഉണ്ടാകണം. സത്യം എല്ലാം എന്നൊരു സാഹചര്യം ഉണ്ടാകണം. നീതിക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക. കള്ളം പറയുവാനോ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുവാനോ ഇടവരാതെ നീതിയിലും സത്യത്തിലും നിഷ്കളങ്കതയിലും പരമാർത്ഥതയിലും ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ ഇഷ്ടപ്പെടുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയായിത്തീരുന്നത്. പിന്നെ കാണാൻ കഴിയുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് സമർപ്പിതരായി ജീവിക്കുന്നവരെ അവൻ ഒരിക്കലും കൈവിടില്ല. തൻ്റെ വിശുദ്ധന്മാരെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. അവരുടെ വിഷയം എന്താണെങ്കിലും ആ വിഷയത്തിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. പിന്നെ കാണാൻ കഴിയും, അവർ എന്നേക്കും പരിപാലിക്കപ്പെടും. അവർ എന്നേക്കും പരിപാലിക്കപ്പെടും. ഒരു ദിവസത്തേന് മാത്രമല്ല, അര ദിവസത്തേന് മാത്രമല്ല, അവൻ ഒരു മാസത്തേക്ക് മാത്രമല്ല. ദൈവം പറയുന്നു, അവർ എന്നേക്കും പരിപാലിക്കപ്പെടും. ദൈവം തന്നെ മക്കളെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുകയും നിത്യജീവന്റെ പ്രത്യാശ നൽകുകയും ചെയ്യുന്നു. ആമേൻ. ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കും. നിത്യജീവന്റെ പ്രത്യാശ അവരുടെ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിൽ പരം ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് വേണ്ടത്? ഒരു നിത്യജീവന്റെ അവകാശം നൽകി തരികയും കർത്താവ് നമ്മെ സ്നേഹിക്കുകയും ഉടനീളം നമ്മെ പരിപാലിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പരമാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ നീതിയോടും സത്യത്തോടും നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആവർത്തന പുസ്തകം 31 വാക്യത്തിൽ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, കൂടെ നിൽക്കുന്നവരൊക്കെ
ആമേൻ തള്ളിക്കളയുന്ന ഈ അവസ്ഥകൾ ഉണ്ടായേക്കാം. എന്നാൽ ആവർത്തന പുസ്തകം 31:6 പറയുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇബ്രായലേഖനം 13:5 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്ന് സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കുള്ള വാഗ്ദത്തം നാം പ്രാപിക്കുവാനിടയായിത്തീരും. ആ വാഗ്ദത്തം എന്തുമായിക്കോട്ടെ, ആമേൻ അനുഗ്രഹിക്കുമെന്നോ ഉയർത്തുമെന്നോ, ആമേൻ മറ്റ് ഏത് വാഗ്ദത്തവും ആയിക്കോട്ടെ, ദൈവം പറയുന്നു, ഹൃദയ പരമാർത്ഥതയോടെ പ്രത്യാശയോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവമാവ് നിശ്ചയമായും ആ വാഗ്ദത്തത്തെ നിറവേറ്റുവാനിടയായിത്തീരും. ആ നിറവേറ്റിത്തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.